അങ്ങനെ iOS 18.6ന്റെ ബീറ്റ 3 ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷൻ എൻ്റെ ഡിവൈസിൽ വന്നിരിക്കുന്നത് ഏകദേശം 906 MB ഐഫോൺ 16 വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ ഡിവൈസിലും 1500 MB താഴത്തായിരിക്കും ഈ ഒരു അപ്ഡേഷൻ വരാനുള്ള ചാൻസ് ഉള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ആപ്പിൾ കുറേയധികം പുതിയ ബീറ്റാസും റിലീസ് ചെയ്യുന്നുണ്ട്. iPadOS, macOS, watchOS എന്നിങ്ങനെ കുറേയധികം പുതിയൊരു ബീറ്റാസും. പിന്നെ നിങ്ങളൊരു ബീറ്റ ടെസ്റ്റർ ആണെങ്കിൽ ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് ചെയ്യാം. ഇതേപോലെ റെഗുലർ ആയിട്ടുള്ള ആപ്പിൾ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് എവിൻ സേവിയർ. വെൽക്കം ബാക്ക് ടു എവിക്ക. തുടർന്ന് നമുക്ക് ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പർ ഇത് സ്റ്റാർട്ട് ചെയ്യാം. അതിന് നേരെ സെറ്റിംഗ്സിലേക്ക് പോകാം. ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വിഷൽ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും iOS 18.6 22G5073B എന്ന് മിക്കവാറും 1-2 അപ്ഡേറ്റ് മാത്രമായിരിക്കും ഇനി നമുക്ക് ഒഫീഷ്യൽ അപ്ഡേഷന് വേണ്ടി ഉള്ളൊരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഈ ഒരു അപ്ഡേഷനിൽ നമുക്കൊരു പുതിയ മോഡേൺ ഫോമിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടെക്നിക്കലായ ഇഷ്യൂസോ കണക്ടിവിറ്റിയോ ഇമ്പ്രൂവ് ആവാനും അതോടൊപ്പം ഇഷ്യൂസ് കുറയാനും ചാൻസ് ഉണ്ട്. അടുത്ത വന്ന മാറ്റം നമ്മുടെ EU അഥവാ യൂറോപ്യൻ യൂണിയനിലെ ആപ്പ് സ്റ്റോറിൻ്റെ ഒരു ചെറിയ ചേഞ്ചാണ്. നമുക്കറിയാവുന്ന പോലെ യൂറോപ്യൻ യൂണിയനിലെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി വെബ്സൈറ്റിൽ നിന്നോ നമുക്ക് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാം, ആൻഡ്രോയിഡിലൊക്കെ ചെയ്യുന്ന പോലെ. പക്ഷേ അതിനാണെങ്കിൽ പോലും കുറച്ച് ക്രൈറ്റീരിയസ് അല്ലെങ്കിൽ കുറച്ച് കടമ്പകൾ EUവിലെ നമ്മുടെ ഡിവൈസുകൾക്കുണ്ട്. ആ ഒരു കടമ്പകൾ അല്ലെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയാസ് ആപ്പിൾ ഇപ്പോൾ കുറച്ച് മിനിമൈസ് ചെയ്തിട്ടുണ്ട്. EUവിലെ യൂസേഴ്സിന് മാത്രം നമ്മൾ ലൊക്കേഷൻ മാറ്റിയിട്ടാലോ ബാക്കി ഒരു കാര്യം ചെയ്താലോ ഈ പറഞ്ഞ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇന്ത്യയിലോ വേറെ ഒരു സ്ഥലത്തും കിട്ടില്ല. EUവിൽ മാത്രമാണ് ആ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. അത് നമ്മുടെ ഡിവൈസിൻ്റെ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ഫങ്ഷണാലിറ്റീസ് വർക്ക് ചെയ്യുന്നത്. സോ ആ ഒരു മാറ്റം EUവിൽ ഇപ്പോൾ വരുന്നുണ്ട്. അതോടൊപ്പം അടുത്ത വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് AirTag സെക്കൻഡ് ജനറേഷൻ്റെ ഒരു പുതിയ കോഡ് iOS 18.6ന്റെ ഈ ഒരു അപ്ഡേഷൻ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ബീറ്റിൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ വരാൻ പോകുന്ന AirTag സെക്കൻഡ് ജനറേഷനിൽ ഇംപ്രൂവ് ആയിട്ടുള്ള അൾട്രാ വയറിൻ്റെ ബാൻഡ്, റേഞ്ച്, അതോടൊപ്പം നമുക്ക് കുറച്ച് ലൈഫ് സ്പാൻ എന്നിങ്ങനെ കുറേയധികം കാര്യങ്ങളാണ് AirTag സെക്കൻഡ് ജനറേഷനിൽ വരാൻ പോകുന്നത്. ഇനി അടുത്ത വരാൻ പോകുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ് ആപ്പിൾ ഇൻ്റലിജൻസ്. ഇപ്പോഴും ചൈനയിൽ ആപ്പിളിന് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള ആ ഓരോ കാര്യം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി ആലിബാബ എന്നിങ്ങനെ കുറേ തേർഡ് പാർട്ടി കമ്പനീസിൻ്റെ ഒരു സഹായം ആപ്പിൾ ചോദിക്കുന്നുണ്ട്. സോ ആപ്പിൾ ഇൻ്റലിജൻസ് എന്നാണ് ഓപ്ഷൻ ഇപ്പോഴും കുറേ കൺട്രീസിലേക്ക് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ആ ഒരു കാര്യം മാക്സിമം ആൾക്കാർക്ക് എത്തിക്കാൻ വേണ്ടി ഈ ഒരു iOS 18.6 എന്ന അപ്ഡേഷനിൽ ആപ്പിൾ പുഷ് ചെയ്യുന്നതാണ് കിട്ടിയ റിപ്പോർട്ട്. അടുത്ത വന്നിരുന്ന കാര്യം സെക്കൻഡ് ജനറേഷൻ ഓഫ് ആപ്പിൾ കാർ കീസിൻ്റെ ഒരു അപ്ഡേറ്റ് നമ്മുടെ വാളറ്റിലേക്ക് ഈ ഒരു അപ്ഡേറ്റിൽ വരും. ഈ പറഞ്ഞ സെക്കൻഡ് ജനറേഷൻ ഓഫ് ആപ്പിൾ കാർ കീ എന്ന് പറയുന്നത് നമുക്ക് BMW അതേപോലെ കുറച്ച് സെലക്റ്റഡ് ആയ കമ്പനീസ് ഉണ്ട്. ഈ കമ്പനീസിൻ്റെ കാറിൻ്റെ കീ നമ്മുടെ ഫോണിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അൺലോക്ക് ചെയ്യുക, ലോക്ക് ചെയ്യുക, അതിൻ്റെ ട്രങ്ക് ഓപ്പൺ ചെയ്യുക, ക്ലൈമറ്റ് മാറ്റുക എന്നീ പറഞ്ഞ ഫങ്ഷണാലിറ്റീസ് ആണ് ഇപ്പോൾ ആപ്പിളിൻ്റെ കാർ കീയിൽ വാളറ്റ് ഓപ്ഷനിൽ ലഭിക്കുക. അതിനൊരു സെക്കൻഡ് ജനറേഷൻ അല്ലെങ്കിൽ അതിനൊരു നെക്സ്റ്റ് ജനറേഷൻ നമുക്ക് ലഭിക്കുമ്പോൾ കുറച്ച് ഫങ്ഷണാലിറ്റീസും ആക്സിബിലിറ്റീസും നമുക്ക് ലഭിക്കും. സോ ആ ഒരു മാറ്റവും iOS 18.6 തന്നെ ഐഫോണിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു അപ്ഡേറ്റിൽ എനിക്ക് വന്ന ബഗ്ഗുകൾ അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്ത മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു വാൾപേപ്പർ ഡിമ്മിങ് ബഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു വാൾപേപ്പർ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും അത്യാവശ്യം ബ്രൈറ്റ് ആണ്. ഞാൻ ഹോം സ്ക്രീനിൻ്റെ ഓപ്ഷൻ എടുക്കുമ്പോൾ ഇവിടെ ഡിം ആവുന്ന നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. കണ്ടോ, ഡിമ്മായുണ്ടോ? ഒന്ന് ബ്രൈറ്റായി, ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഡിമ്മായി ബ്രൈറ്റായി, കണ്ടോ, ഡിമ്മായി ബ്രൈറ്റായി. ഈ ഒരു ബഗ് എൻ്റെ വാൾപേപ്പറിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഹോം സ്ക്രീനിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് കസ്റ്റമൈസ് ചെയ്ത് ഇതിൻ്റെ ഈ പറഞ്ഞ ലൈറ്റ് മോഡും ഡാർക്ക് മോഡും അഡ്ജസ്റ്റ് ചെയ്താൽ മാറുമെന്നാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു മോഡ് മാറ്റി ഡാർക്ക് ആക്കിയാലും സെയിം ആ ഒരു ഇഷ്യൂ ഉണ്ടോ, ഡിമ്മായി ബ്രൈറ്റായി, ഡിമ്മായി ബ്രൈറ്റായി, ആ ഒരു ഇഷ്യൂ പൊസസ് ചെയ്യുന്നുണ്ട്. സോ ഇത് ഡിം ആൻഡ് ബ്രൈറ്റിൻ്റെ ആ ഒരു ഓപ്ഷൻ അല്ല, ഇത് ലൈറ്റ് മോഡ് ഇട്ടാലും ഡാർക്ക് മോഡ് ഇട്ടാലും ഈ ഒരു ഇഷ്യൂ പ്രോസസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഇഷ്യൂ ഇപ്പോൾ ഒഫീഷ്യൽ അപ്ഡേഷൻ ആയാലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വരുന്ന അപ്ഡേറ്റിൽ മാറാൻ പോകുന്ന ഒരു ബഗ്ഗായിരിക്കാം. അല്ലാത്ത പക്ഷം വേറെ യാതൊരു ബഗ്ഗും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പെർഫോമൻസ് വൈസ് ആയാലും
അതോടൊപ്പം എന്തെങ്കിലും മൈക്രോ സ്റ്റട്ടേഴ്സ് ആണെങ്കിലും ഫീൽ ചെയ്യുന്നില്ല. നല്ല സ്മൂത്ത് ആയിട്ടാണ് ആപ്പിൾ ഈ ഓരോ അപ്ഡേറ്റും ഇംപ്രൂവ് ചെയ്യുന്നത്. നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ മെയിൻ ഫോക്കസ് ആപ്പിൾ ചെയ്യുന്നത് iOS 26 iOS 18 എന്ന് പറഞ്ഞ ഈ ഒരു അപ്ഡേറ്റ് ഇനി മാക്സിമം ആപ്പിൾ ഒപ്റ്റിമൈസ് ചെയ്യാനും അതോടൊപ്പം തന്നെ റിഫൈൻമെൻറ്റ് ചെയ്യാനായിരിക്കും നോക്കുന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഓരോ ആപ്ലിക്കേഷൻസും ബാക്കി എല്ലാം നമ്മുടെ കാര്യങ്ങളും പെർഫോമൻസ് വൈസ് നല്ല രീതിക്ക് ഇംപ്രൂവ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി പെർഫോമൻസ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എനിക്ക് ലഭിക്കുന്നുണ്ട്. ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് 99% ആണ്. എൻ്റെ ബാറ്ററി സൈക്കിൾ കൗണ്ട് എന്ന് പറയുന്നത് 284 ആണ്. ഈ ഒരു ഡിവൈസ് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയത് ഒക്ടോബറിലാണ് യൂസ് ചെയ്ത് തുടങ്ങിയത്. എന്നിട്ടും ഈ പറയുന്ന ജൂലൈ ആയിട്ടും എനിക്ക് 99% ആണ് എൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ ബാറ്ററി ഹെൽത്തിൻ്റെ ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് 3 hours 41 minutes ആണ്. സ്ക്രീൻ ഓഫ് ടൈം എന്ന് പറയുന്നത് 3 hours 29 minutes. നിങ്ങൾക്ക് ഈ പറഞ്ഞ 10 daysലെ ചാർട്ട് നോക്കുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ എൻ്റെ ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എൻ്റെ ബാറ്ററി ഹെൽത്തും ബാക്കി കാര്യങ്ങളും ഈ പറഞ്ഞ ഡിവൈസിൽ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ലഭിക്കുന്നത്. പിന്നെ ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യം പറയുമ്പോൾ മൾട്ടിപ്പിൾ ആസ്പെക്റ്റ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ബാറ്ററി ഹെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങളുടെ യൂസേജ്, അതോടൊപ്പം ഔട്ട്ഡോർ ആണോ ഇൻഡോർ ആണോ ഡിവൈസ് യൂസ് ചെയ്യുന്നത്, എക്സ്ട്രീമായുള്ള ഗെയിമിംഗ് ഉണ്ടോ, നിങ്ങളുടെ ബാറ്ററി സൈക്കിളിൻ്റെ ഈ പറഞ്ഞ കൗണ്ട്സ് എന്നീ പറഞ്ഞ കുറേയധികം മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് ആണ് ഒരു ബാറ്ററി ഹെൽത്ത് നിങ്ങളുടെ ഡിവൈസിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ എൻ്റെ ഡിവൈസിൽ ഞാൻ ചാർജിങ് ലിമിറ്റ് 90 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കും അതേപോലെ 90 ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. iPhone 15 ഓർ ലേറ്റർ ഡിവൈസിൽ മാത്രമാണ് ഈ പറഞ്ഞ ചാർജിങ് ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുന്നതാണ്. അടുത്തൊരു കാര്യം, എന്നാണ് iOS 18.6ൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ അതോടൊപ്പം iOS 26ൻ്റെ പബ്ലിക് ബേറ്റ റിലീസ് ആവാൻ പോകുന്നത്. മിക്കവാറും ഈ ഒരു വീക്കിൽ തന്നെ നമുക്ക് iOS 26ൻ്റെ പബ്ലിക് ബേറ്റ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം വരുന്ന 2 വീക്കിലൊക്കെ ആയിരിക്കും iOS 18.6ൻ്റെ ബേറ്റാസും വരാൻ പോകുന്നത്. ഓഗസ്റ്റിലായിട്ടായിരിക്കും iOS 18.6ൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ മിക്കവാറും ലഭിക്കാനുള്ള ചാൻസ്. അല്ലെങ്കിൽ ഫൈനൽ വീക്ക് ഓഫ് ജൂലൈ അല്ലെങ്കിൽ ഫസ്റ്റ് വീക്ക് ഓഫ് ഓഗസ്റ്റ് എന്നീ പറഞ്ഞ ടൈം സ്കെഡ്യൂളിലായിരിക്കും ഈ ഒരു അപ്ഡേഷൻ, ഒഫീഷ്യൽ അപ്ഡേഷൻ വരാനുള്ള ചാൻസ്. ആൻഡ് ഈ ഓരോ മന്തിലും നമുക്ക് iOS 26ൻ്റെ ബേറ്റ കാണാം. ആൻഡ് ആപ്പിളിൻ്റെ 1-2 വീക്ക് വരെയും ഈ പറഞ്ഞ ബേറ്റാസ് നമുക്ക് റൺ ചെയ്യാം. അതിനുശേഷം ആപ്പിൾ ബേറ്റാസ് സ്റ്റോപ്പ് ചെയ്യും. ആൻഡ് മിഡ് ഓഫ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും ആപ്പിളിൻ്റെ ഇവൻറ്റും അതോടൊപ്പം തന്നെ iOS 26ൻ്റെ പുതിയ അപ്ഡേഷനും പബ്ലിക്കലി റിലീസ് ചെയ്യുന്നതാണ്. സോ ഇതൊക്കെയാണ് വരാൻ പോകുന്ന iOSൻ്റെ പ്രൊഡിക്ഷൻ ലൈനപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ കുറേയധികം പുതിയ കാര്യങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ ഇപ്പം ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. റെഗുലറായിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളും അറിയണമെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉറപ്പുവരുത്തുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് ബിൻ സേവിയർ സൈനിങ് ഫ്രം എവിക.